കോൺഫിഡൻസിൻ്റെ കേസ് പറയാനാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് നിങ്ങൾ ഇന്നത് ചെയ്താൽ നിങ്ങൾക്ക് ഇന്നത് കോൺഫിഡൻസ് കിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് കോൺഫിഡൻസ് അച്ചീവ് ചെയ്യാമെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കോൺഫിഡൻസ് ശരിക്കും പല കാര്യങ്ങളും മാറ്റർ ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, ചില ആൾക്കാർക്ക് അവർക്ക് അത്യാവശ്യം നല്ലൊരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അവർ കോൺഫിഡൻ്റ് ആയിരിക്കും ട്രേഡിങ്ങിൽ. പിന്നെ ചില ആൾക്കാർക്ക് നല്ലൊരു സോളിഡ് സ്ട്രാറ്റജി, ടെക്നിക്കൽസ് പ്രോപ്പർ ആണെങ്കിൽ അവർ കോൺഫിഡൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, പക്ഷേ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു നോർമൽ ഒരു മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റിയിൽ നിന്ന് ചിന്തിക്കാം. ഓക്കെ, അതായത് നമുക്ക് ഒരു മാന്യമായ ജോബ് കാര്യങ്ങളുണ്ട്, എങ്കിലും നമ്മളൊരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് ട്രേഡിങ്ങിനെ കണ്ട് ഒരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെ ഒരുപാട് ഹസിൽസ് കാര്യങ്ങൾ കടന്നു വേണം ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ എത്താൻ. ഓക്കെ, അതായത് ഈ ട്രേഡിങ്ങിൻ്റെ ഒരു ഇൻകം അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ നിന്നൊരു കൺസിസ്റ്റൻസി എന്നൊരു ലെവലിലോട്ട് എത്താൻ. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ 2-3 കാര്യങ്ങൾ നമുക്ക് ഒന്ന് അലൈൻ ആയിരിക്കണം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സോൾഡ് ആയിട്ടൊരു സ്ട്രാറ്റജി, അതായത് എന്താണ് മാർക്കറ്റിൽ ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് പ്രോപ്പറായിട്ട് ചെയ്യുന്നത് എന്നുള്ളത് അറിയുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഓക്കെ, ടെക്നിക്കൽസ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല, 100% ടെക്നിക്കൽസ് മാത്രം പോരാ. കാരണം നമുക്ക് 20% ഉള്ളത് ശരിക്കും ടെക്നിക്കൽ, അതായത് ആ എഡ്ജ് ആവശ്യമുള്ളൂ. ബാക്കി 80% വേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റും നമ്മുടെ സൈക്കോളജിയുമാണ്. പക്ഷേ ഈ സൈക്കോളജിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടാണ് എന്താണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കേസ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്യാപിറ്റൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല ആളുകളും ട്രേഡിങ്ങിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈസ അത് ഗ്രോ ചെയ്ത് വലിയൊരു ക്യാപിറ്റൽ ആക്കാമെന്നൊരു മൈൻഡ് സെറ്റിലാണ്. അത് നല്ലത് തന്നെയാണ്. ഓക്കെ, അതായത് നമ്മൾ ചെറിയ ക്യാപിറ്റൽ ചെയ്യുക എന്നുള്ളത് നല്ലത് തന്നെ. പക്ഷേ എപ്പോഴും നമ്മളൊരു റിയലിസ്റ്റിക് സൈഡ് കൂടെ ചിന്തിക്കണം. അതായത് നിങ്ങൾ $100 വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 100 പേരിൽ ഒരാൾക്കായിരിക്കും ചിലപ്പോൾ ആ $100 കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ മന്തും ഗ്രോ ചെയ്ത് ഒരു 1000-ലോട്ടോ 10,000-ലോട്ടോ എത്തിക്കാൻ പറ്റുന്നത്. അതൊരു റെയർ കേസ് സിനാരിയോ ആണ്, പറ്റില്ല എന്നല്ല, ബട്ട് റെയർ ആണ്. പക്ഷേ മറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്കൊരു മിനിമം ഒരു $5,000 ക്യാപിറ്റലുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് മന്ത്ലി ഒരു $50 അല്ലെങ്കിൽ ഒരു $100 ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? ഇറ്റ്സ് പോസിബിൾ. അവിടെ അത് ഒരു റെയറിറ്റി ഇല്ല. അതായത് നമുക്കൊരു സോളിഡ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിബിൾ ആണ്. അപ്പോൾ ഈ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഇതിൽ നിന്ന് നമുക്കൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നിടത്താണ് നിങ്ങളുടെ കോൺഫിഡൻസ് കിട്ടുന്നത്.